എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്ന്? ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 2025 നവംബർ 1. 2025 നവംബർ 1 ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആർദ്രം പദ്ധതിയാണ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് ഏത് ആശുപത്രിയിലാണ്? രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് ഏത് ആശുപത്രിയിലാണ്? ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം ജനറൽ ആശുപത്രി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് രാജ്യത്താദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയ ആശുപത്രി. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ കെ.ജി. സനൽകുമാർ. കെ.ജി. സനൽകുമാറാണ് കേരളത്തിലെ നിലവിലത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ. ആൻസർ ഓപ്ഷൻ സി നിതിൻ ചിബ്ബർ. നിതിൻ ചിബ്ബറാണ് നീതി ആയോഗിന്റെ നിലവിലത്തെ സിഇഒ. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? ആൻസർ ഓപ്ഷൻ ബി സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗരോർജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗരോർജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പെരിഞ്ഞനം. തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്താണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗരോർജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ബ്രഹ്മപുരം. ബ്രഹ്മപുരത്താണ് കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഏത്? മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൊല്ലം. കൊല്ലം ജില്ലയിലാണ് മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ AI ഇന്നവേഷൻ സെന്റർ നിലവിൽ വരുന്ന ജില്ല ഏത്? കേരളത്തിലെ ആദ്യ AI ഇന്നവേഷൻ സെന്റർ നിലവിൽ വരുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കോഴിക്കോട്. കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ AI ഇന്നവേഷൻ സെന്റർ നിലവിൽ വരുന്നത്. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന
കിദൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം ആരംഭിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി കൊട്ടാരക്കര. കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം ആരംഭിച്ചത്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആസാം. ആസാമാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി എം.ആർ. രാഘവ വാര്യർ. എം.ആർ. രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയൊക്കെയാണ്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി വിക്രാന്ത് മാസി, ഷാറുഖ് ഖാൻ. വിക്രാന്ത് മാസിയെയും ഷാറുഖ് ഖാനെയുമാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടന്മാരായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ റാണി മുഖർജി. റാണി മുഖർജിയെയാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ 12th ഫെയിൽ. 12th ഫെയിലാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ബി മമ്മൂട്ടി. മമ്മൂട്ടിയെയാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. പ്രേമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി ഷംല ഹംസ. ഷംല ഹംസയാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയ മികവിനാണ് ഷംല ഹംസയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് ആണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. 2026 ഫെബ്രുവരിയിൽ പ്രസവാവധി മൗലികാവകാശമാണെന്ന വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത്?
2026 ഫെബ്രുവരിയിൽ പ്രസവാവധി മൗലികാവകാശമാണെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് 2026 ഫെബ്രുവരിയിൽ പ്രസവാവധി മൗലിക അവകാശമാണെന്ന വിധി പ്രഖ്യാപിച്ചത്.